ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്നലത്തെ പാർട്ട് 3 അപ്ലോഡ് ചെയ്തിരുന്നത്. നോക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡായിന്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അത് ഫുള്ളില്ല. ഞാൻ 10 മിനിറ്റിൻ്റെ ചെയ്തത്, അപ്പോൾ അത് 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനത് ആ കാര്യം തന്നെയാണ് ഡിലീറ്റാക്കി രണ്ടാമത് ചെയ്യുമെന്ന്. പിന്നെ ആ കാര്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, ചുരുക്കിയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞു വന്നത്, ഒരു ദിവസം ഇവിടെ ലൈറ്റ് പോയി, ഇൻവെർട്ടർ ഫുള്ള് ഡൗൺ ആയപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ ലൈറ്റില്ല എന്ന്, അത് ഞാൻ ആദ്യത്തെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് പാർട്ട് 1, 2 കണ്ടു നോക്കിയാൽ മതി. ഇങ്ങനെ വർത്താനം കേൾക്കാൻ ഇഷ്ടമില്ല വരാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വർത്താനം കേൾക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെയാണ്. ഞാൻ ഏതൊരു വീഡിയോ ആയാലും ഷോർട്സ് ആയാലും കണ്ടാൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതിനെ പറ്റിയാണ് പറഞ്ഞത്. അന്നേരം എനിക്ക് ഓർമ്മ വന്നു, കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ലൈറ്റ് ഇല്ലാത്ത വീടായപ്പോൾ, നമ്മളെ വീട്ടിൽ സാധാരണ നമുക്ക് ഒരു ഓർമ്മയില്ല കാലം മുതൽ ലൈറ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ ബാക്കി അതിൻ്റെ അനുബന്ധ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം നമ്മൾ ജീവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിലെത്തിയപ്പോൾ എങ്ങനെയാണ് സംഭവം എന്നുള്ളതാണ് ഞാൻ ചുരുക്കി പറയുന്നത്. ഇത് ഞാനത് പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ, ചായ വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്യാസിലോ സ്റ്റൗവിലോ എല്ലാം പെട്ടെന്ന് കത്തിച്ച് ചായ വെക്കുന്നത് പോലെയല്ലല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ തീ കത്തിച്ച് അടുപ്പിൽ ചായ വെക്കും. ചായ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചായയുടെ കടി ഉണ്ടാക്കുന്നതും അതേ അടുപ്പിൽ ചായേൻ്റെ കടി ഉണ്ടാക്കും. പിന്നെ കടിയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ തലേദിവസം വൈകുന്നേരം തന്നെ ആട്ടമ്മയിലാണ് അമ്മ ഇറക്കുന്നത്. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉഴുന്നുവരിയൊക്കെ പിന്നെ ആട്ടമ്മയിൽ അരക്കും. അപ്പോൾ അരക്കുമ്പോൾ ഞാൻ പോയിട്ട് ഞാൻ അരക്കാമെന്ന് പറഞ്ഞാൽ എന്നോട് പറയും, എനിക്കിതൊന്നും ശീലമില്ലല്ലോ, കൈവേദന എടുക്കും, നീ അരക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കും. എത്ര പറഞ്ഞാലും അമ്മ തരില്ല. 1-2 വട്ടം ഞാനൊന്ന് അരച്ച് നോക്കട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിലെ വലിയ അമ്മയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലെല്ലാം അമ്മി നമുക്കൊന്ന് ശക്തിയോടെ തള്ളിയാൽ നിലത്തുനിന്ന് ഇങ്ങനെ ഉന്തി തള്ളി അപ്പുറം ഇപ്പുറം മാറ്റി വെക്കാൻ പറ്റും. പക്ഷേങ്കിൽ അത് തള്ളാൻ പോയിട്ട് അത് ഇനി എത്ര ശക്തി എടുത്താലും ഒരാൾക്കൊറ്റക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത വലിയ അമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊരുപാട് 5-6 മക്കളും അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഒരു തവണ തന്നെ ഇട്ട് അരച്ചാൽ തന്നെ ആയി കിട്ടുമല്ലോ. മറ്റേതാകുമ്പം കുറച്ചായിട്ട് കുറേ വട്ടം ഇടണ്ടേ. ഇപ്പം ന്യൂക്ലിയർ ഫാമിലിക്കല്ലാന്ന് അതുപോലെ തന്നെ ചെറിയ അമ്മിക്കുട്ടി നല്ലതായിരിക്കും. അപ്പോൾ ഈ വലിയ അമ്മിക്കുട്ടി ആയത് കാരണം അമ്മ അങ്ങനെ വിടൂലായിരുന്നു. പക്ഷേ എങ്കിൽ ശ്രമിച്ചാൽ എനിക്ക് അരക്കാൻ പറ്റുമൊക്കെ ചെയ്യുന്ന എനിക്കറിയായിരുന്നു കേട്ടോ. നമ്മുടെ ലൈറ്റ് കറണ്ട് ഇല്ല വീടാണെങ്കിലും കൂടി എൻ്റെ ഓർമ്മയിൽ ഞാൻ ആട്ടമ്മയിലൊക്കെ അരച്ചിട്ടൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ടൊന്നുമില്ല, അരക്കാൻ അറിയില്ല എന്നൊന്നുമില്ല, അറിയും. മറ്റേ നീട്ടമ്മയിലും അരച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കറണ്ട് ഇല്ലോണ്ട് കറണ്ടിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചേ ജീവിക്കുമെന്നൊന്നല്ല. ഇപ്പോൾ കിണറിൽ മോട്ടർ ഉണ്ടെങ്കിലും നമ്മൾ തോട്ടിൽ വെള്ളമൊക്കെ പൊങ്ങി, എൻ്റെ വീടിൻ്റെ 2 സൈഡിലും തോടാണ്. അപ്പോൾ നമ്മൾ മുടി നല്ലോണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒലിമ്പി കുളിച്ചാൽ മുടി നല്ല നീളം ഉണ്ട്, അല്ലെങ്കിലും നല്ല മുടിയായിരുന്നു. അപ്പോൾ തോട്ടിൽ നിന്ന് ഒലിമ്പി കുളിച്ചാലെന്ന് പറഞ്ഞിട്ട് നമ്മൾ തോട്ടിൽ നിന്ന് തന്നെ അധികവും കുളിക്കുക. പിന്നെ അഥവാ വെള്ളം കയറിയ സമയം തല മാത്രം തോട്ടിൽ നിന്ന് ഒലിമ്പി കുളിച്ചിട്ട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കിണറിന്ന് പൈപ്പിലെ വെള്ളത്തിൽ ടാങ്കിലെ വെള്ളത്തിലൊന്നും അന്നേരം തല ഒളിക്കൂല, കിണറിന്ന് ഊരിയിട്ടാണ് ഒളിക്കുന്നത്. പിന്നെ എന്താ കാരണത്തിൽ കറണ്ടില്ലെങ്കിൽ തോട്ടിൽ വെള്ളം കയറിയാലൊക്കെ നമ്മൾ കിണറിന്ന് വെള്ളം കോരിയതിനാൽ തുണിയെല്ലാം കഴുകുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുള്ളൊരു അറിവുണ്ട്. അപ്പോൾ ചെയ്യാൻ പറയാം. ഞാനപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, അരി ഇറക്കാൻ വേണ്ടിയിട്ട് അമ്മ തരില്ല. അങ്ങനെ അമ്മ പറയും, ഇങ്ങനെ കൈവേന എടുക്കുന്നിട്ട് അമ്മ അരി ഇറക്കാൻ തരില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും അടുപ്പ് കത്തിച്ചിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയും. ഇപ്പോൾ ഓരോന്നാക്കിയിട്ട് വേണ്ടേ. മറ്റേ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പുറത്തെ അടുപ്പ് പോലെ നല്ലപോലെ കത്താണ്ട് ഈ ഒരു അടുപ്പ് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇഡ്ഡലി ദോശ ആയിക്കഴിഞ്ഞ പാടെ പിന്നെ അരക്കണ്ടേ, അമ്മിയിൽ നീട്ടമ്മിയിൽ ചമ്മന്തി അരക്കും. പിന്നെ തേങ്ങ ചമ്മന്തി അധികം അരക്കുക. ഇപ്പോൾ പുട്ടല്ലാന്ന് കടലക്കറി ആക്കും, ഇഡലിക്കും ചിലപ്പോൾ കടലക്കറിയൊക്കെ ആക്കും. എന്നാലും പിന്നെ നീട്ടമ്മിയിൽ രാവിലെ തന്നെ ഇത് ചമ്മന്തി അരക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചായയും കടിയായപാടെ അവിടെ ചോറിന് വെള്ളം വെക്കും അടുപ്പിൽ തന്നെ, വിറകടുപ്പിൽ. എന്നിട്ട് അവിടുന്ന് ചോറായപാടെ അവിടെ തന്നെ പിന്നെ എന്തെങ്കിലും തോരൻ വറവ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ വെച്ച്, അതാകുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച കറിയാണെങ്കിൽ ആദ്യം നീട്ടമ്മിയിൽ തേങ്ങ അരക്കുന്നു. നീട്ടമ്മിയിൽ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച കറിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തേക്കും കൂടി ഉണ്ടാവും. പിന്നെ കറികൾ മിക്കവാറും 2 നേരത്തേക്ക് ഉണ്ടാവും. ചോറ് പിന്നെ വൈകുന്നേരം ആദ്യം 4 മണിയാകുമ്പോഴത്തേക്ക് ചോറിന് വെള്ളം വെച്ച് ഇട്ടാകുമ്പോൾ മിറ്റടിക്കാൻ, ഞാനൊരു മിറ്റടിക്കുമ്പോൾ അമ്മ 2 മിറ്റടിക്കും. എന്താ വെച്ചാൽ എല്ലാത്തിനും അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നിനക്കങ്ങനെ ആവില്ല, നീ പണിയെടുത്ത് ശീലമുണ്ടോ, നീ ഒറ്റക്കടിക്കണ്ട, അങ്ങനെ കൈവേനെടുക്കും, നടുവേനെടുക്കും, അങ്ങനെയൊക്കെ പറയും. എല്ലാത്തിനും അമ്മ കൂടും ഒന്നിച്ച്.
എല്ലാത്തിനും ഒപ്പരം എല്ലാത്തിനും കൂടും. പിന്നെ പിന്നെ നല്ലോണം വർത്താനം കേൾക്കാൻ ഇഷ്ടമില്ല അമ്മയായതുകൊണ്ട് എനക്കന്ന് വൈകൂട്ടാണ്ട് വർത്താനം പറയണം. അപ്പോൾ അമ്മക്കാണെങ്കിൽ വർത്താനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അമ്മ എന്നോട് പറയും, ഞാനും അമ്മയോട് വർത്താനം പറയും. അമ്മ നല്ല പ്രായമില്ലതാണെങ്കിൽ അമ്മേരെ വിചാരം ഞാൻ അമ്മേരെ പ്രായമെന്ന്, എൻ്റെ വിചാരം പിന്നെ അമ്മ എൻ്റെ പ്രായം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും. അമ്മയോട് പറയാതെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പോയ പിന്നെ അമ്മ പറയും, എനക്ക് പിന്നെ നിന്നോട് പറയാത്ത ഒരു കാര്യം എനക്കില്ല പറയും. എൻ്റെ ഇപ്പം മക്കളോടും കൂടി പറയാത്ത കാര്യം നിന്നോട് പറഞ്ഞെന്നൊക്കെ പറയാം. എന്താ വെച്ചാൽ ഞാനാണ് മോൻ്റെ വരിയായിട്ട് ആദ്യമായിട്ട് എത്തുന്നത്. മൂത്ത ഏട്ടൻ കല്യാണം കഴിഞ്ഞ് വീടെടുത്തിട്ടാണ് കല്യാണം കഴിച്ചിട്ട് ആ പുതിയ വീട്ടിലേക്കാണ് ഏട്ടൻ്റെ വരിനെ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ ഏട്ടനും ഏട്ടൻ്റെ വരിയില്ല ആ വീട്ടിൽ നിൽക്കുന്നത്, അമ്മേൻ്റെ അടുത്തല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് പുതിയ വീടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആ വർഷം അതിന് തൊട്ട് മുന്നത്തെ വർഷം ഏട്ടൻ വീടിൻ്റെ പാല വെച്ച് കഴിഞ്ഞ് പുതിയ വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ച് പോയത്. അപ്പോൾ ആ വീട്ടിലെ ആദ്യത്തെ മരുമോളായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ ഇതുപോലെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എവിടെ പോകുമ്പോൾ അടുത്ത വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടെങ്കിലും അമ്മേനെയും കൂട്ടിയിട്ട് പോലും. അപ്പോൾ അമ്മയും വാന്ന് പറയും. അമ്മ പറയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാലും അമ്മേനെയും കൈ പിടിച്ച് അമ്മേനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര സിങ്കാന്ന് പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചോറും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പിൽ, അങ്ങനെ എല്ലാ അടുപ്പിൽ തന്നെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇസ്തിരി ഇടാണ്ടെങ്കിൽ ഒന്നിച്ച് ഇസ്തിരി ഇട്ട് വെക്കും. ചിരട്ട കത്തിച്ചിട്ട്, ഇസ്തിരിപ്പെട്ടിയിൽ ചിരട്ട കത്തിച്ചിട്ട് കത്തിക്കുന്നത്, കറണ്ടിൻ്റെ ഇല്ലല്ലോ, അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ അങ്ങനെ ഇസ്തിരി ഇടുന്നത്. പിന്നെ തുണി കഴുകലാണ്. തുണി കഴുകാൻ കിണറിന്ന് 10-28 കോലുള്ള കിണറാണ്. അപ്പോൾ ആ കിണറിന്ന് കോരിയിട്ട് വേണം തുണി കഴുകാൻ വേണ്ടി. ഇത് ലോങ് വീഡിയോ ആകുമ്പോൾ അപ്ലോഡ് ആകുന്നില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം പറയാം. ഓക്കെ.